നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലുള്ളത് യഥാർത്ഥ പ്രതിയാണോ എന്ന് സ്ഥിരീകരിക്കാനാവാതെ പോലീസ്. ലഹരിമരുന്ന് കേസിൽ ഉൾപ്പെടെ പ്രതിയായ യുവാവാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. സംഭവത്തിൽ പ്രതിയെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിൽ കസ്റ്റഡിയിലുള്ള യുവാവിന്റെ DNA പരിശോധനയ്ക്ക് അയച്ചു. കസ്റ്റഡിയിലെടുത്ത യുവാവ് പ്രതിയാണെന്ന് പറയാനാകില്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത്. പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല. ഇത് അന്വേഷണത്തിന്റെ പോക്കിൽ പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. പ്രദേശത്തു നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ പ്രകാരമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരെ കട്ടിലിൽ നിന്ന് എടുത്തുകൊണ്ടു പോവുകയായിരുന്നു. കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ വീടിന്റെ മുൻവാതിൽ തുറന്ന് തൊഴുത്തിൽ പോയ സമയത്താണ് അക്രമി വീടിനകത്ത് കയറിയത്. ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് അടുക്കള വശത്തുള്ള വാതിലൂടെ പുറത്തിറങ്ങിയ പ്രതി 500 മീറ്റർ അകലെയുള്ള സ്ഥലത്തെത്തിച്ച് പീഡിപ്പിക്കുകയും സ്വർണ്ണ കമ്മലുകൾ കവർന്ന ശേഷം കുട്ടിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയുമായിരുന്നു. പുലർച്ചെ നടന്ന സംഭവം വീട്ടിലുണ്ടായിരുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർ അറിഞ്ഞിരുന്നില്ല. തൊഴുത്തിൽ നിന്ന് മുറിയിൽ തിരിച്ചെത്തിയ മുത്തച്ഛനാണ് കുട്ടിയെ കാണാതായത് അറിയുന്നത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണം കവർന്നുവെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് വന്നതോടെയാണ് കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായത് മനസ്സിലായത്. കുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കുട്ടിയെ ഉപദ്രവിച്ച പ്രതി കുട്ടിയുടെ സ്വർണ്ണാഭരണം കവർന്ന ശേഷമാണ് രക്ഷപ്പെട്ടത്. മലയാളം സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ആളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഒച്ച വെച്ചാൽ കൊന്നുകളയുമെന്ന് ഇയാൾ തന്നെ ഭീഷണിപ്പെടുത്തിയതായും മൊഴിയിലുണ്ട്. ഭയന്ന് വിറച്ച കുട്ടി സമീപത്തെ വീട്ടിലെത്തി അക്രമ വിവരം അറിയിക്കുകയായിരുന്നു. ഈ വീട്ടുകാർ കുട്ടിയുടെ വീട്ടുകാരെ ബന്ധപ്പെട്ടു പോലീസിനെയും അറിയിച്ചു. പുലർച്ചെ നടന്ന സംഭവം കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം അറിയാതെ പോവുകയായിരുന്നു. തൊഴുത്തിൽ നിന്നും മുറിയിലേക്ക് തിരിച്ചെത്തിയ മുത്തച്ഛനാണ് കുട്ടിയെ കാണാതായത് അറിയുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്നെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് വന്നതോടെയാണ് കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായത് മനസ്സിലായത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. വീടിനെ കുറിച്ച് അറിയാവുന്ന ആളാണ് പ്രതിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിക്കായുള്ള അന്വേഷണം നടത്തിയത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വീടിന്റെ 1 കിലോമീറ്റർ അകലെയുള്ള 30 വയസ്സിനടുത്ത് പ്രായമുള്ള യുവാവാണ് പിടിയിലായത്. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിക്ക് അടിമയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ വീട്ടിൽ നിൽക്കാറില്ലെന്നും സഹോദരിയുടെ വീട്ടിലാണ് ഉറങ്ങാറുള്ളതുമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ലഹരിക്ക് അടിമകളായ 7-ലധികം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ 3 പേരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി നിർത്തുകയും മറ്റുള്ളവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പ്രതിയുടെ പോക്കറ്റിൽ നിന്നും പീഡനത്തിനിടെ വീണു പോയതെന്ന് കരുതുന്ന 50-ന്റെയും 10-ന്റെയും 2 നോട്ടുകൾ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്തു നിന്നും പോലീസ് നായ എത്തിയപ്പോൾ കണ്ടെത്തിയിരുന്നു. പ്രതി പെൺകുട്ടിയുടെ കാതിൽ നിന്നും ഊരിയെടുത്ത കമ്മൽ കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.